ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പ്രിലിംസ് 3rd and 4th സ്റ്റേജിന് വേണ്ടിയിട്ട് ഭരണഘടനയാണ് കേട്ടോ. അതായത് നമ്മൾ NCERT +1 നിന്നുള്ള ഭരണഘടന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഒരു HSS ലൈവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരുപാടുണ്ട്. ആ ചാപ്റ്റർ വൈഡായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അതാട്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നേരെ പോകാം ക്ലാസ്സിലേക്ക്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? 1928 മോത്തിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും സസ്പെൻഡ് ചെയ്യാൻ, അതായത് നിർത്താൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20ഉം 21ഉമാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമുക്ക് പിൻവലിക്കാൻ പറ്റാത്ത ഭരണഘടന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഏത് ഭേദഗതി പ്രകാരമാണ്? 78 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഏതാണ്? 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ നമ്മൾ എന്ത് ചെയ്തത്? മൗലികാവകാശത്തിൽ നിന്നും എടുത്തൊഴിവാക്കി. അതെന്താണ്? ഇപ്പോഴും നിയമാവകാശമാണ് അല്ലേ? ഏത് ആർട്ടിക്കിളിലാണ് എന്നിട്ട് കൂട്ടിച്ചേർത്തത്? ആർട്ടിക്കിൾ 300A അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വത്തവകാശം നിയമാവകാശമാക്കിയിട്ട് ആർട്ടിക്കിൾ 300A അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്? സമത്വം എന്ന ആശയം എവിടുന്നാണ്? നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയം ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയം നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത്. നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. നിയമത്തിന് മുന്നിൽ സമത്വം എന്നാണെങ്കിൽ അത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും, നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം എന്ന ആശയമാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും നിയമനത്തിൽ സംവരണം ഏർപ്പെടുത്താൻ 16ാം വകുപ്പ് രാഷ്ട്രത്തിന് അനുമതി നൽകുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പരിരക്ഷാ വിവേചനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരവുമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും നിയമനത്തിൽ സംവരണം ഏർപ്പെടുത്താൻ 16ാം വകുപ്പ് രാഷ്ട്രത്തിന് അനുമതി നൽകുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പരിരക്ഷാ വിവേചനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് മൗലികാവകാശങ്ങളെ നിയമപരവും ന്യായവാദവും അർഹവുമാക്കുന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 32 നമുക്ക് ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായിട്ടുള്ള അവകാശം. അത് തന്നെയാണ് പറയുന്നത്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൗലിക അവകാശങ്ങളെ നിയമപരവും ന്യായവാദം അർഹമാക്കുന്നതും എന്ന് ചോദിച്ചാൽ അതേതാണ്? ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിലൂടെ നമുക്ക് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയിലൂടെ നമുക്കത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ശ്രദ്ധിക്കണം, നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദ അർഹമല്ല. നമുക്കത് നിർദ്ദേശ തത്വങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരവസരമോ അല്ലെങ്കിൽ എന്തേലും നിഷേധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോടതിയിലൂടെ പോയിട്ട് നമുക്ക് അത് നമുക്ക് കിട്ടില്ല. അത് നമുക്ക് അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ് അല്ലേ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഏതാണത്? ഏത് ഭേദഗതിയാണ്? 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് കൂട്ടിച്ചേർത്തത്? ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ.
മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് എന്നാണ്? പ്രത്യേകം പഠിക്കുക. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് എന്നാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഏതാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് വരാം. ഏതാണ്? മൗലിക കർത്തവ്യങ്ങളാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചത് ഏത് കമ്മിറ്റിയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ചേർത്തിരിക്കുന്നത്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 11ാമത്തെ മൗലിക ചുമതല ഉൾപ്പെടുത്തിയത്? 86ാം ഭരണഘടനാ ഭേദഗതിയാണ് അല്ലേ? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 11ാമത്തെ മൗലിക ചുമതല കൂട്ടിച്ചേർത്തത്? 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പം നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങളാണുള്ളത്? 11 മൗലിക കർത്തവ്യങ്ങളാണ് നിലവിലുള്ളത്. 11ാമത്തെ മൗലിക കർത്തവ്യം പ്രതിപാദിക്കുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ വിദ്യാഭ്യാസം നൽകണം. എന്താണ് പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ വിദ്യാഭ്യാസം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകിയിരിക്കണം. അതാണ് നമ്മുടെ 11ാമത്തെ മൗലിക കർത്തവ്യമായിട്ട് പറയുന്നത്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ USSRൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എത്രാമത്തേലാണ്? 4ാം ഭാഗത്താണ്. നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്താണ്? 4ാം ഭാഗം. നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു? ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഐറിഷ് ഭരണഘടന, അല്ലെങ്കിൽ അയർലൻഡ് അല്ലേ? നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുക. നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് രംഗനാഥ മിശ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ആദ്യ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ്? ഡിസംബർ 10. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതെന്നാണ്? 1948 ഡിസംബർ 10. ആ ഒരു ഡിസംബർ 10 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? VS രമാദേവിയാണ്. പഠിക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. ആദ്യത്തെ വനിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? VS രമാദേവിയാണ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1989 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായമെന്ന് പറയുന്നത് 21 നിന്നും 18 കുറയ്ക്കുകയാണ് ഉണ്ടായത്. മറന്നുപോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ലോകസഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലികളുടെയും അതിർത്തി നിർണ്ണയിക്കുന്നത് ആരാണ്? അതിർത്തി നിർണ്ണയ കമ്മീഷനാണ്. ലോകസഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലികളുടെയും അതിർത്തി നിർണ്ണയിക്കുന്നത് ആരാണ്? അതിർത്തി നിർണ്ണയ കമ്മീഷനാണ്. ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 324 വകുപ്പാണ്. 324 വകുപ്പിൽ എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നോട്ടയുടെ പൂർണ്ണരൂപം? നൺ ഓഫ് ദി എബോ. എന്താണ് നോട്ടയുടെ പൂർണ്ണരൂപം? എന്താണ്? നൺ ഓഫ് ദി എബോ. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല അല്ലേ നോട്ട. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നോട്ടയിൽ ആരെങ്കിലും കുത്തിയിട്ടുണ്ടോ?
അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി തങ്ങൾക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ജെറിമാൻഡറിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുതിയ വേർഡുകളൊക്കെയാണ് പഠിച്ചിരിക്കുക കേട്ടോ. ഇരിക്കുന്ന രാഷ്ട്രീയ കക്ഷി തങ്ങൾക്കനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നു? ജെറിമാൻഡറിങ്. എന്ത് പേരിലാണ്? ജെറിമാൻഡറിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി മുതലായവയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി മുതലായവയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 30 വയസ്സ്. രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 30 വയസ്സ്. ലോകസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള പ്രായപരിധിയാണെങ്കിൽ 25 വയസ്സാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി 25 ലോകസഭയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കും മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ് 25 വയസ്സ്. രാജ്യസഭയിലേക്ക് മത്സരിക്കാനാണെങ്കിൽ 30 വയസ്സ്. പാർലമെന്റ് അംഗമല്ലാത്ത ഒരാൾ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയി ചുമതലയേറ്റാൽ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റിൽ അംഗത്വം നേടിയിരിക്കണം? എത്ര ഇതിലാണ്? 6 മാസത്തിനുള്ളിലാണ് പാർലമെന്റിൽ അംഗത്വം നേടിയിരിക്കേണ്ടത്. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയി ചുമതലയേറ്റാൽ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പാർലമെന്റിൽ അംഗത്വം നേടിയിരിക്കണം. പരമാവധി എത്ര മന്ത്രിമാരെ വരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം? ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% കവിയാൻ പാടില്ല. 91-ാം ഭരണഘടന 2003 91-ാം ഭരണഘടനാ ഭേദഗതി വഴി പ്രകാരം എന്ത് ചെയ്തു? നമ്മുടെ ലോകസഭയുടെ ആകെ അംഗസംഖ്യ 15%, ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% കവിയാൻ പാടില്ല എന്ന് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. ധനബില്ല് ഏത് സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ? ലോകസഭയിൽ മാത്രമാണ് അല്ലേ? ധനബില്ല് ഏത് സഭയിലാണ്? ലോകസഭയിൽ മാത്രമാണ് അവതരിപ്പിക്കാൻ കഴിയുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടന രൂപീകൃതമായതെന്നാണ്? 49 നവംബർ 26 നിലവിൽ വന്നത് 50 ജനുവരി 26 രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഭരണഘടന രൂപീകൃതമാകുന്നത് 1949 നവംബർ 26, നിലവിൽ വരുന്നത് 1950 ജനുവരി 26. നമുക്ക് രാജ്യവും നമ്മൾ ഇന്ത്യൻ ഭരണഘടന എടുത്തിട്ടുള്ള വ്യവസ്ഥകളും കൂടി ഒന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എന്തെല്ലാം ആശയങ്ങളാണ് എടുത്തിരിക്കുന്നത്? നിയമവാഴ്ച, കേവല ഭൂരിപക്ഷ സമ്പ്രദായം FPTP, പാർലമെൻ്ററി ഗവൺമെൻറ്, സ്പീക്കർ പദവിയും അധികാരങ്ങളും, നിയമനിർമ്മാണത്തിൻ്റെ നടപടിക്രമം, ഇത്രയുമാണ് നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. റിട്ടും ഉണ്ട് കേട്ടോ, അത് റിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. റിട്ടും ബ്രിട്ടനിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിയമവാഴ്ച, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, പാർലമെൻ്ററി ഗവൺമെൻറ്, സ്പീക്കർ പദവിയും അധികാരങ്ങളും, നിയമനിർമ്മാണത്തിൻ്റെ നടപടിക്രമം, റിട്ട്, ഇത്രയും എവിടുന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഇത്രയും ആശയങ്ങൾ കടംകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടുന്ന് എടുത്ത ആശയമാണ്? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത്. മൗലികാവകാശം, ഭരണഘടനാ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ സംവിധാനം എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശം, ഭരണഘടനാ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ സംവിധാനം, ഇത്രയുമുണ്ട്. പിന്നെ ആമുഖവും നമ്മൾ എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അർദ്ധ ഫെഡറൽ സംവിധാനം, അവശിഷ്ട അധികാരങ്ങൾ കാനഡയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അർദ്ധ ഫെഡറൽ സംവിധാനം, അവശിഷ്ട അധികാരങ്ങൾ കാനഡയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റാണ് കൈക്കൊണ്ടിരിക്കുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയം നമ്മൾ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇതൊന്ന് നോക്കിയിട്ട് പോകണം, ഇതിൽ കൊടുത്തത് കൊണ്ടേ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പദ്ധതികളുണ്ടല്ലോ, അതൊന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ.
എന്താണെന്നറിയോ, 2 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടില്ല. പക്ഷേ ഇനി അടുത്ത 3rd-ലും 4th-ലും ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോയിട്ടാവും. അത് ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കാണ്ടിരിക്കരുത്. എക്സാമിന് പോകുന്നതിന് മുമ്പ് വെറുതെ ഇനി അഥവാ എങ്ങാനും ചോദിച്ചാൽ നമുക്ക് മാർക്ക് നഷ്ടമാവരുത്. 1 മാർക്കെങ്കിൽ 1 മാർക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ് എന്താണ്? അന്യായമായി തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനുള്ളതാണ്. എന്താണ് അതിൻ്റെ മീനിങ്? ശരീരം ഏറ്റെടുക്കുക. ഹേബിയസ് കോർപ്പസ് ഇങ്ങനെയാണ് കേട്ടോ ചോദിക്കുക. ഇങ്ങനത്തെ വേർഡുകളൊക്കെയാണ് എക്സാമിന് വരാറുള്ളത്. ശരീരം ഏറ്റെടുക്കാം. ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു. എന്താണ്? മാൻഡമസ്. ഉദ്യോഗസ്ഥരുടെ നിയമപരമായ ചുമതല നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്നത്. സെർഷ്യററി എന്താണ്? കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് കൈമാറാനുള്ള നിയമവിരുദ്ധ ഉത്തരവ് റദ്ദാക്കുന്നു. കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് കൈമാറാനുള്ളതും പിന്നെന്താണ്? നിയമവിരുദ്ധ ഉത്തരവ് റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെർഷ്യററി റിട്ട് യൂസ് ചെയ്യുന്നത്. കീഴ്ക്കോടതി കേസിൽ അധികാരപരിധിക്കപ്പുറം പോയാൽ അത് തടയാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷനാണ്. പ്രൊഹിബിറ്റ് തടയുക എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ തടയുക. നിയമവിരുദ്ധമായി പദവി വഹിക്കുന്നതിനെതിരെയുള്ള ഉത്തരവാണ് ക്വ അതിനുണ്ട് എന്തധികാരം. എന്ത് അധികാരം, അതൊന്ന് ഓർത്തിരിക്കണേ. എന്തധികാരം. ശരീരം ഏറ്റെടുക്കാം. ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു. മാൻഡമസ്. എന്തധികാരം? ക്വ. മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ അവകാശം ഏതാണ്? സ്വത്തവകാശമാണ് അല്ലേ. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഏതാണ്? ആർട്ടിക്കിൾ 32 അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 32 അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതോ ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതികൾ എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത്. 2 ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏതാണ്? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാ പ്രതിനിധിക്കുള്ള അവകാശം. നമ്മളിപ്പോൾ നേരത്തെ അത് പറഞ്ഞു അല്ലേ. മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എങ്ങനെയാണ്? മൗലിക കടമകൾ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭാഗം 4A-യിൽ ആർട്ടിക്കിൾ 51A-യിലായിട്ട് കൂട്ടിച്ചേർത്തു. നിർദ്ദേശക തത്വങ്ങളോ ഭാഗം 4-ൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭാഗം 4-ലാണ്. ആർട്ടിക്കിൾ എവിടെ മുതലാണ്? 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയിട്ട് പോവാം. മൗലികാവകാശങ്ങൾ എങ്ങനെയാണ്? നിഷേധ സ്വഭാവമുള്ളവയാണ്. രാഷ്ട്രത്തിന് മേലാണ് നിയന്ത്രണം. രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തിന്മേൽ പരിധികൾ കൽപ്പിക്കുന്നുണ്ട്. നീതിനിഷ്ഠങ്ങളാണ്. കൽപ്പനയുടെ സ്വഭാവമാണ്. നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ അനുകൂലാത്മക നിർദ്ദേശങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരാൻ ആവശ്യപ്പെടുന്നു. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പ്രമാണമാണ്. നീതിനിഷ്ഠങ്ങളല്ല, നിർദ്ദേശങ്ങൾ മാത്രമാണ് നിർദ്ദേശക തത്വങ്ങൾ. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി കേട്ടോ. ഒരു വട്ടം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2 തമ്മിലുള്ള ഇത് പെടുന്നത് ഏതെന്ന് പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് ഒരു വട്ടം ഇങ്ങനെ വന്നിട്ടുണ്ട്. പഠിക്കുന്നവരാണെങ്കിൽ പഠിച്ചിട്ട് പോകാട്ടോ. പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതൊക്കെ നമ്മുടെ SCERT-യിലുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ SCERT-യിലെ വേർഡ്സും എന്താണ് ആ കൊടുക്കുന്ന വേർഡ്സൊക്കെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യത്തിലാണ് നമ്മുടെ SCERT-യിൽ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? ഈ NCERT എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണ് നമുക്കത് ആ പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്നത് കൺഫ്യൂഷനായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബെറ്റർ ഈ +1 +2 ഒക്കെ പഠിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ആ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ സിലബസിലുള്ള ഇന്ത്യൻ ഹിസ്റ്ററി, 1857 വിപ്ലവം, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിയിൽ നമുക്കൊരു സ്റ്റോറി പോലെ വായിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ +1-ൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. +1 ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്, +2 ടെക്സ്റ്റ് ബുക്കിലും അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ ഈ SCERT-നെക്കാട്ടിലും ബെറ്റർ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. സയൻസിന് വേണ്ടിയിട്ട് നമുക്ക് SCERT-നെ ആശ്രയിക്കാം കേട്ടോ. അതായിരിക്കും നല്ലത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് നയിച്ച സിദ്ധാന്തം ഏതായിരുന്നു? ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് നയിച്ച സിദ്ധാന്തം ഏതാണ്? ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ വക്താവ് ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്നയായിരുന്നു. മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയായിരുന്നു ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ വക്താവ് എന്ന് പറയുന്നത്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച പ്രസ്ഥാനം ഏതാണ്? മുസ്ലിം ലീഗാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ഇന്ത്യ വിഭജനത്തെ എതിർത്ത വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ നേതാവ് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ പ്രവിശ്യയിലെ നമ്മുടെ ഇന്ത്യ വിഭജനത്തെ എതിർത്ത ഒരു നേതാവ് എന്ന് പറയുന്നത് അല്ലേ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. മിക്ക നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന കരാർ ഏതായിരുന്നു? ലയന കരാർ വഴിയായിരുന്നു. മിക്ക നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന കരാറാണ് ലയന കരാർ. ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? കാശ്മീർ, ജുനഗഡ്, തിരുവിതാംകൂർ, ഹൈദരാബാദ്, മണിപ്പൂർ. നമ്മൾ തിരുവിതാംകൂറും മണിപ്പൂറും പഠിക്കാറില്ല. കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ NCERTയിൽ അതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് തിരുവിതാംകൂറും മണിപ്പൂരും കിടക്കുന്നുണ്ട് കേട്ടോ. കാശ്മീർ, ജുനഗഡ്, തിരുവിതാംകൂർ, ഹൈദരാബാദ്, മണിപ്പൂർ മുതലായവയാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളെന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ലേ ഇന്ത്യയിൽ. ഇന്നലെ ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇന്നലെ ഇട്ട വീഡിയോയിൽ അതുണ്ട്. ഇന്നലെ ഇട്ട വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. നമ്മുടെ ആ +1 ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ വാർത്താവിനിമയ ആ വകുപ്പ് വഹിച്ച മന്ത്രി. അതങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് തന്നെ നമ്മുടെ 2 പ്രിലിംസിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നുള്ള ഒരു ബോക്സുകൾ അതിൽ നിന്നുള്ള എല്ലാം ബോക്സുകളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറിയിട്ട് കാണുക കേട്ടോ. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നിരാഹാരം അനുഷ്ഠിച്ച് മരണമടഞ്ഞ വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലു. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്ര സംസ്ഥാനം. 1953 അത് രൂപീകൃതമാകുന്നത്. ഭാഷാടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം രൂപീകൃതമാകുന്നത്. ഏതാണത്? ആന്ധ്ര സംസ്ഥാനമാണ്. ആന്ധ്രാപ്രദേശാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയോഗിച്ചത് എന്നാണ്? 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയോഗിച്ചത് 1953 പുനഃസംഘടനാ കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. എന്നാണ് പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം? അത് 1956 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെന്നാണ്. 1920കളിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിന് വഴിതെളിച്ച സംഭവം ഏതായിരുന്നു? റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവമായിരുന്നു കേട്ടോ. 1920കളിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപീകരിക്കാനുള്ള ഒരു സംഭവം വഴിതെളിച്ചൊരു സംഭവമാണ് ഇന്ത്യയിലെ ബോൾഷെവിക് വിപ്ലവം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രധാന നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? AK ഗോപാലൻ, SA ഡാംഗെ, EMS നമ്പൂതിരിപ്പാട്, PC ജോഷി, അജയ് ഘോഷ്. ഇത്രയും പേരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രധാന നേതാക്കന്മാർ എന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായി ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എവിടെയാണ്? കേരളത്തിലാണ്. ലോകത്തിൽ ആദ്യമായി ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് കേരളം.
കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS ആയിരുന്നു. EMS നമ്പൂതിരിപ്പാടിലെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പുറത്താക്കിയ സമരം ഏതാണ്? വിമോചന സമരമാണ്. വിമോചന സമരം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പുറത്താക്കിയ വർഷമാണ് വിമോചന സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പിളർപ്പുണ്ടായ വർഷം എന്നാണ്? 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പിളർപ്പ് ഉണ്ടാകുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ഏതാണ്? 34 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ഏതാണ്? 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ പ്രത്യയശാസ്ത്രം ഏതായിരുന്നു? ജനാധിപത്യ സോഷ്യലിസം എന്നതായിരുന്നു കേട്ടോ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ പ്രത്യയശാസ്ത്രമായിരുന്നു ജനാധിപത്യ സോഷ്യലിസം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ആചാര്യ നരേന്ദ്രദേവ് ആയിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരായിരുന്നു റാം മനോഹർ ലോഹിയ, അശോക് മേത്ത, ആചാര്യ നരേന്ദ്രദേവ്, ജയപ്രകാശ് നാരായണൻ. ഇത്രയും പേരെന്തായിരുന്നു? കോൺഗ്രസ് സോഷ്യലിസ്റ്റുടെ പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരായിരുന്നു. 1936 സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? BR അംബേദ്കർ ആണ്. 1936 സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? BR അംബേദ്കർ. 1942 പട്ടികജാതി ഫെഡറേഷൻ സ്ഥാപിച്ചത് ആരാണ്? അതും BR അംബേദ്കർ ആണ്. 1942 പട്ടികജാതി ഫെഡറേഷൻ സ്ഥാപിച്ചത് ആരാണ്? BR അംബേദ്കർ. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റാണ് ശ്യാമപ്രസാദ് മുഖർജി. ആരാണ്? ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? ശ്യാമപ്രസാദ് മുഖർജി. സമഗ്ര മാനവാദത്തിന്റെ വക്താവാരായിരുന്നു? ദീൻ ദയാൽ ഉപാധ്യായ. സമഗ്ര മാനവാദത്തിന്റെ വക്താവാരായിരുന്നു? ദീൻ ദയാൽ ഉപാധ്യായ. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവിർഭാവം ഏത് പാർട്ടിയിൽ നിന്നായിരുന്നു? ഭാരതീയ ജനസംഘം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയിൽ നിന്നായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയുടെ ആവിർഭാവം എന്ന് പറയുന്നത്. സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് ആരാണ്? C. രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് ആരാണ്? C. രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടിയെ നയിക്കുന്ന പ്രത്യയശാസ്ത്രമായിരുന്നു രാഷ്ട്ര നിയന്ത്രണ മുക്തമായ സമ്പദ്ഘടന എന്ന് പറയുന്നത്. സ്വതന്ത്ര പാർട്ടിയെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം ഏതായിരുന്നു? രാഷ്ട്ര നിയന്ത്രണ മുക്തമായ സമ്പദ്ഘടന എന്നുള്ളതായിരുന്നു. ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? പ്രധാനമന്ത്രി. ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളത്? റഷ്യൻ രാജ്യത്തിന്റെ റഷ്യൻ രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രഥമ പരിഗണന നൽകിയത് എന്തിനായിരുന്നു? കൃഷിക്കായിരുന്നു അല്ലേ? ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്തത് എന്തിനായിരുന്നു? കൃഷിക്കായിരുന്നു. ആദ്യത്തെ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? KN രാജായിരുന്നു. ആദ്യത്തെ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്ന് അഭിപ്രായപ്പെട്ടത് KN രാജ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് എന്തായിരുന്നു? വ്യവസായവൽക്കരണത്തിനായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? PC മഹലനോബിസ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? PC മഹലനോബിസ്. ആസൂത്രണത്തിൽ ഗ്രാമീണ വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകണമെന്നാവശ്യപ്പെട്ട ഗാന്ധിയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? JC കുമരപ്പയായിരുന്നു. ആസൂത്രണത്തിൽ ഗ്രാമീണ വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകണമെന്നാവശ്യപ്പെട്ട ഗാന്ധിയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു JC കുമരപ്പ. എക്കണോമി ഓഫ് പെർഫോമൻസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ്? JC കുമരപ്പയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഇക്കോണമി ഓഫ് പെർഫോമൻസ് എന്ന ഗ്രന്ഥം. JC കുമരപ്പ. ഇന്ത്യയിൽ ആസൂത്രണത്തിൻ്റെ കേന്ദ്രബിന്ദു കൃഷിയായിരിക്കണമെന്ന് വാദിച്ച കോൺഗ്രസ് നേതാവ് ആരാണ്? ചൗധരി ചരൺ സിംഗ് ആണ്. ഇന്ത്യയിൽ ആസൂത്രണത്തിൻ്റെ കേന്ദ്രബിന്ദു കൃഷിയായിരിക്കണമെന്ന് വാദിച്ച കോൺഗ്രസ് നേതാവാണ് ചൗധരി ചരൺ സിംഗ്. ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ രൂപീകരണത്തിന് നിർണായക പങ്കുവഹിച്ചത് ആരാണ്? വർഗീസ് കുര്യൻ. അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെ പറയുന്നു? ഇന്ത്യയുടെ പാൽക്കാരൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഗുജറാത്തിലെ കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ രൂപീകരണത്തിന് നിർണായക പങ്കുവഹിച്ചതാണ് വർഗീസ് കുര്യൻ. അദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യനാണ്. ഇന്ത്യയിൽ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? വർഗീസ് കുര്യൻ. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? വർഗീസ് കുര്യൻ.
ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നതാണ് നീതി ആയോഗ്. എന്നാണ് വന്നത്? 2015 ജനുവരി 1 അത് രൂപീകൃതമായത്. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് എന്ത് പറയുന്നത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. അതിന് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാവും. അതുവരേക്കും താങ്ക് യു. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്കധികം ദിവസമില്ല. VFA മെയിൻസ് ആണ്, പ്രിലിംസ് ഇല്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. VFAക്ക് പഠിക്കുന്നവർക്ക് ഒരു ഗുണം കൂടിയുണ്ട്. കാരണം നമ്മുടെ LDCക്ക് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഹോട്ട് ടോപ്പിക്സുകളൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനും എൻ്റെ രീതിക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ പിന്നൊരു ക്ലാസ്സിൽ കാണാവേ.